നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. ചെണ്ടയാട് അബ്ദുറഹ്മാൻ സ്മാരകം UP സ്കൂളിൽ സ്ട്രീം ഹബ്ബ് സയൻസ് ലാബിന്റെ ഉദ്ഘാടനം ഏപ്രിൽ 3 വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക് മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചെണ്ടയാട് അബ്ദുറഹ്മാൻ സ്മാരക UP സ്കൂളിൽ സ്ട്രീം ഹബ്ബ് സയൻസ് ലാബിന്റെ ഉദ്ഘാടനം ഏപ്രിൽ 3 വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക് മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്റ്റാർസ് പ്രോജക്റ്റ് സ്ട്രെങ്തനിങ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസൾട്ട് ഫോർ സ്റ്റേറ്റ്സ് അതൊരു വേൾഡ് ബാങ്ക് എയ്ഡഡ് പ്രോഗ്രാമാണ്. അത് കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചു. ആ ഫണ്ട് 6 സ്റ്റേറ്റുകൾക്കാണ് നൽകിയത്. അതിൽ ഒന്ന് കേരളമാണ്. കേരളത്തിൽ ഇത് നടപ്പിലാക്കുന്ന കേരളത്തിലും മൊത്തത്തിലും നടപ്പിലാക്കുന്ന സമഗ്ര ശിക്ഷയാണ്. ഇപ്പോൾ കേരളത്തിലെ സമഗ്ര ശിക്ഷ കേരള ഈ പദ്ധതി നടപ്പിലാക്കുന്നു. അതിൻ്റെ സാങ്കേതിക സഹായം നൽകുന്നത് കുസാറ്റാണ്. കുസാറ്റിൻ്റെ തന്നെ CSIS എന്ന് പറയുന്നൊരു പ്രോഗ്രാമുണ്ട്. സെൻറ്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി. സെൻറ്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി എന്ന് പറയുന്ന അവരുടെ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ സഹായത്തോടുകൂടി പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഈ ശാസ്ത്രം വളർത്താനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനസഹായത്തോടെ സർവശിക്ഷാ അഭിയാൻ പദ്ധതി പ്രകാരമാണ് സയൻസ് ലാബ് പ്രവർത്തനം ആരംഭിക്കുന്നത്. സ്വാതന്ത്ര്യ സമര സേനാനിയായ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ പേരിൽ സ്ഥാപിതമായ പാലക്കാട് ജില്ലയിലെ ഭൗതിക സാഹചര്യം കൊണ്ടും അക്കാദമിക കൊണ്ടും അക്കാദമിക ഇതര പ്രവർത്തനങ്ങളിലെ മികവ് കൊണ്ടും ഏറ്റവും മികച്ച വിദ്യാലയമാണ്. ആ സ്കൂളിൽ ഒരു കൊണ്ടുപോലായി മാറുകയാണ്. ഒരു സബ് ജില്ലയിൽ ഒരു വിദ്യാലയത്തിന് മാത്രം അനുവദിക്കപ്പെട്ട സ്ട്രീം ഹബ്ബ് കുട്ടികൾക്ക് നമ്മുടെ ഉപജില്ലയിലെ മുഴുവൻ വിദ്യാലയങ്ങളിലെയും കുട്ടികൾക്ക് ശാസ്ത്രരംഗത്ത് സാങ്കേതികമായും ഗവേഷണപരമായും ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ തൊട്ടറിഞ്ഞുകൊണ്ട് ഗവേഷണം നടത്താനുള്ള എല്ലാവിധ സൗകര്യങ്ങളും LP കുട്ടികൾ മുതൽ +2 കുട്ടികൾ വരെയുള്ള ചടങ്ങിൽ കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ലത അധ്യക്ഷത വഹിക്കുമെന്ന് സംഘാടകരായ AEO വൈജു കേളോത്ത്, വിനോദൻ MP, ജിഷ KT K, ഷിമിത്ത് T, TP വിഷ്ണുകുമാർ, അബ്ദുള്ള പുത്തൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമഗ്ര ന്യൂസ് പാനൂർ.